ക്ലർക്കിനെ പിരിച്ചു വിട്ടുകൊണ്ട് നീ പണി കൊടുത്തേരാന്ന് പറഞ്ഞു തരുന്ന ബുദ്ധി പറഞ്ഞു തരുന്നവരോട് പറയുകയാണ് ആ വേലയൊന്നും വേണ്ട. അയ്യോ ഒന്നും വേണ്ട. ഉച്ചയ്ക്ക് ആളില്ല, ഒതുക്കിയിട്ടോ, ഞാൻ അനുവാദം തരാം, ഒരു പ്രശ്നമില്ല. ഒരു KSRTC ജീവനക്കാരൻ മകനാണ് അയാൾ എന്നതിൽ നിങ്ങൾ ഓരോരുത്തരും അഭിമാനമാണ്. ആ ഓൾഡോ ബസ് ഒന്ന് കണ്ടാൽ ആരും ഒന്ന് കൊതിയോടെ നോക്കി നിൽക്കില്ലേ? എല്ലാ ട്രേഡ് യൂണിയൻ നേതാക്കളും മനസ്സിലാക്കിക്കോളാം, ഈ ക്ലർക്കിനെ പിരിച്ചു വിട്ടുകൊണ്ട് നീ പണി കൊടുത്തേരാന്ന് പറഞ്ഞു തരുന്ന ബുദ്ധി പറഞ്ഞു തരുന്നവരോട് പറയുകയാണ് ആ വേലയൊന്നും വേണ്ട. ഇത് ഞാണിന്മേൽ കളിയാണ്. ഇത് ഒന്ന് രക്ഷപ്പെട്ടു, ഇത് പൂത്തുലഞ്ഞു, ഇനി എന്തുമാകാം എന്നുള്ളതല്ല. ഇത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. വളരെ ഞെരുങ്ങി ഇങ്ങനെ കര കയറി വരികയാണ്. അല്ലാതെ ഓടി കയറിയൊന്നുമല്ല, വളരെ വളരെ പണിപ്പെട്ടിട്ട് ഓരോ ദിവസവും രാത്രിയും പകലും ഉറക്കമൊഴിഞ്ഞ് നമ്മൾ പണിപ്പെട്ടിട്ടാണ് മന്ത്രി മുതൽ ജീവനക്കാർ വരെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇത് നമ്മൾ പച്ചപിടിപ്പിക്കുന്നത്. അതിനിടയിൽ കൂടെ ഒരു കാര്യം ചെയ്യും, ഒരു ശമ്പള വർധന വായിക്കുന്ന ഒരു സമരമൊന്നും പ്രഖ്യാപിക്കരുത്. അതിനൊന്നും പറ്റിയ സാഹചര്യമല്ല. ഉള്ളത് കിട്ടുന്നത് തന്നെ വളരെ പ്രയാസപ്പെട്ടിട്ടാണ്. സർക്കാർ വൻതോതിൽ സഹായിക്കുകയാണ്. ധനകാര്യ വകുപ്പിൽ നിന്നും പൈസ വൻതോതിൽ ഒരു ദിവസം വരാൻ താമസിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം, കഴിഞ്ഞ മാസം ശമ്പളം കൊടുക്കാനുള്ള പണം വരാൻ താമസിച്ചതിൻ്റെ പേരിൽ 70 ലക്ഷം രൂപയാണ് നമ്മൾ പലിശ കൊടുക്കേണ്ടി വന്നത്. ഒരാഴ്ച താമസിപ്പിച്ച് ഒരു ഉദ്യോഗസ്ഥൻ ചെയ്ത പണിയാണ്. അത് ഒടുവിൽ ധനകാര്യമന്ത്രിയൊക്കെ ഇടപെട്ട് സമയത്ത് കൊണ്ടുവന്നു. ആ വരാൻ താമസിച്ചതുകൊണ്ട് 70 ലക്ഷം രൂപ. അപ്പോൾ ഈ 70 ലക്ഷം രൂപ പലിശ കൊടുക്കുമ്പോൾ ആ പലിശയ്ക്കുള്ള ചിലവെങ്കിലും കുറച്ചെടുക്കേണ്ട ചുമതല മന്ത്രി എന്ന നിലയിൽ എനിക്കുണ്ട്. ഞാൻ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? അപ്പോൾ എവിടെയൊക്കെ ചിലവ് കുറയ്ക്കാൻ പറ്റുന്നു അവിടെ എല്ലാം കുറയ്ക്കും നമ്മൾ. അവിടെയൊക്കെ കുറച്ചേ പറ്റൂ. ഇപ്പോൾ എല്ലാ MP-മാർക്കും ഞാൻ കത്ത് എഴുതുകയാണ്. എല്ലാ MP-മാരെയും കത്തുകൾ ഉദ്യോഗസ്ഥർ നേരിട്ട്, ഇപ്പോൾ കൊട്ടാരക്കരയാണെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷ് MP-യുടെ കയ്യിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ നേരിട്ട് കൊണ്ട് കൊടുക്കാൻ പോവുകയാണ്. നമ്മുടെ എല്ലാ ബസ് സ്റ്റേഷനുകളെയും MP-ക്ക് സെലക്ട് ചെയ്യാം ഏത് ബസ് സ്റ്റേഷൻ വേണമെന്ന്. സോളാർ വയ്ക്കാൻ സഹായിക്കണം. കാരണം സോളാർ വെച്ചാൽ ഈ വൈദ്യുതി ചാർജ് നമുക്ക് ഭയങ്കരമായിട്ട് ലാഭിക്കാം. ഈ വൈദ്യുതി ചാർജ് ലാഭിക്കുമ്പോൾ തന്നെ KSRTC കോടികളുടെ ലാഭം ഉണ്ടാവും. ഒരു മാസം നമ്മൾ കൊടുക്കുന്ന വൈദ്യുതി ചാർജ് വളരെ കൂടുതലാണ്. അത് കുറച്ചു കൊണ്ടിരുന്നതിന് വേണ്ടി എല്ലാ MP-മാരോടും രാജ്യസഭാ അംഗങ്ങൾക്കും ഞാൻ നേരിട്ട് കത്തെഴുതി. അവരെല്ലാം ഞാൻ നേരിട്ട് ഫോൺ ചെയ്യാം, ഓരോരുത്തരെയായിട്ട് നേരിൽ കണ്ട്. ഹൈബീഡനെ നേരിട്ട് കണ്ടു, ഹാരിസ് പീരാനെ നേരിട്ട് കണ്ടു. ഇവരെല്ലാം നേരിട്ട് കണ്ട് തന്നെ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ ഫണ്ട് തരണം. രാജ്യസഭാ അംഗത്തിന് കേരളത്തിലെ ഏത് ബസ് സ്റ്റാൻഡും സെലക്ട് ചെയ്യാം, അത് തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ MP-മാർക്കും വ്യക്തിപരമായി ഞാൻ ഏത് ബസ് സ്റ്റാൻഡിൻ്റെ ലിസ്റ്റ്, ഓരോ ബസ് സ്റ്റാൻഡിനും വൈദ്യുതീകരിക്കാൻ ആവശ്യമായ പണത്തിൻ്റെ കണക്ക് എല്ലാം വെച്ചുകൊണ്ടുള്ള ഡീറ്റെയിൽ കത്ത് കൊടുത്തു. അവർ സമ്മതം അറിയിച്ചാൽ മാത്രം മതി. ഉടൻ തന്നെ അത് നമ്മൾ ഓരോ ബസ് സ്റ്റേഷനായിട്ട് നമ്മൾ സോളാറാക്കി മാറ്റും. കൊട്ടാരക്കര ബസ് സ്റ്റേഷൻ മാത്രം ഇപ്പോൾ പൊളിക്കാൻ പോവുകയാണ്. കൊട്ടാരക്കര ബസ് സ്റ്റേഷൻ്റെ അന്തിമ രൂപകൽപ്പനയായിട്ടുണ്ട്. ഡിസംബർ അവസാനത്തോടുകൂടി കൊട്ടാരക്കര ബസ് സ്റ്റേഷന് കല്ലിടാൻ കഴിയും. ഈ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഡിസൈനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഡിസംബർ ജാനുവരിയോടുകൂടി കൊട്ടാരക്കര ബസ് സ്റ്റേഷൻ്റെ പുതിയ കെട്ടിടത്തിന് കല്ലിടാൻ പറ്റും. കൊട്ടാരക്കര പറ്റും, കായംകുളം, കായംകുളമൊക്കെ ഡിസൈൻ ഏതാണ്ട് പൂർത്തിയായി. എറണാകുളം ജനുവരിയോടുകൂടി എറണാകുളത്തിന് കല്ലിടാൻ പറ്റും. ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി 2ാം നിലയിലേക്ക് കടന്നു. ജനുവരി ഫെബ്രുവരിയോടുകൂടി ഉദ്ഘാടനം ചെയ്യാൻ പറ്റും ചങ്ങനാശ്ശേരി. പിന്നെ അതുപോലെ ചെങ്ങന്നൂർ, കായംകുളം, കൊല്ലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനവും ജനുവരി മാസത്തോടുകൂടി കല്ലിടാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മനോഹരമായ രൂപകൽപ്പനകളാണ് ചെയ്തിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഓരോന്നായി മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വരും. കാണണം. വ്യത്യസ്തമായ ബസ് സ്റ്റേഷനുകൾ, വളരെ വ്യത്യസ്തമായ. കൊട്ടാരക്കര ബസ് സ്റ്റേഷനൊക്കെ വളരെ വളരെ ഈ കാണുന്നതൊന്നുമല്ല, വേറൊരു വ്യത്യസ്തമായ ബസ് സ്റ്റേഷനാണ് വരാൻ പോകുന്നത്. അത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നല്ല ബസ് സ്റ്റേഷനുകൾ, നല്ല സൗകര്യങ്ങൾ, യാത്രക്കാർക്ക് എയർ കണ്ടീഷൻ ചെയ്ത വിശ്രമ മുറികൾ, ജീവനക്കാർക്ക് എയർ കണ്ടീഷൻ മുറികൾ. ഈ പണിയുന്ന എല്ലാ ബസ് സ്റ്റേഷനിലും ജീവനക്കാർ ശ്രദ്ധിച്ചോളൂ. ഓഫീസെല്ലാം എയർ കണ്ടീഷനാണ് കേട്ടോ, ഓഫീസെല്ലാം എയർ കണ്ടീഷനാണ്. പിന്നെ മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, KSRTC ബസ്സുകൾ എയർ കണ്ടീഷൻ ചെയ്തിരുന്ന വണ്ടികളെല്ലാം ഫുള്ളാണ്. അപ്പം കേരളത്തിലെ ജനങ്ങൾ കുറച്ചുകൂടി ആധുനികമായ സൗകര്യം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞ പരിഷ്കാരങ്ങളെല്ലാം നടക്കും. ഈ പരിഷ്കാരത്തിലൂടെ മാത്രമേ ഇത് രക്ഷപ്പെടുകയുള്ളൂ. അതിനെല്ലാവരും സഹകരിക്കുക. ഈ പറയുന്ന പരിഷ്കാരങ്ങളിലൂടെ മാത്രമേ ഇത് രക്ഷപ്പെടൂ. അല്ലാതെ നമ്മൾ പഴയ വണ്ടി, പഴയ കാളെ അടിക്കുന്നതൊക്കെ അടിച്ചുകൊണ്ട് പോയാൽ ഇതെവിടെ എത്തൂല. അതുകൊണ്ട് പുതിയ രീതികളാണ്. അതുപോലെ ബഡ്ജറ്റ് ടൂറിസത്തിൽ വന്നിട്ടുള്ള വർധനവ്. ഇവിടെ ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ശുഭ അവിടെ ഇരുന്നിങ്ങനെ നോക്കുന്നുണ്ട്. വെയിൽ കൊണ്ടിങ്ങനെ വാടിയിരിക്കുകയാണ് എന്നെ നോക്കിയിട്ട്. എന്നെപ്പറ്റി ഒന്നും പറയുന്നില്ല എന്നതാണ്. കഴിഞ്ഞ മാസം 60% വർധനവ്. അല്ലേ? എത്ര ശതമാനം? 68% വർധനമാണ് പത്തനാപുരം ഡിപ്പോയിലെ ബഡ്ജറ്റ് ടൂറിസം നേടിയത്. കൊല്ലം ജില്ലയിലെ ഏറ്റവും ഉയർന്ന, ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഉയർന്ന വർധനവാണ്. അതിന് ഞാൻ അവരെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഏറ്റവും അടക്കമുള്ളവരെ അഭിനന്ദിക്കുകയാണ്. പത്തനാപുരം ഡിപ്പോ ആണ് ഈ കാര്യത്തിൽ 68% വർധനവ്. ചെറിയ സംഖ്യയല്ല, ഉണ്ടായിട്ടുണ്ട്. കൊട്ടാരക്കര, പുനലൂർ, പത്തനാപുരം കേന്ദ്രീകരിച്ച് ഒരു പുക പരിശോധന കേന്ദ്രം, തിരുവനന്തപുരത്ത് പുക പരിശോധന കേന്ദ്രം തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ പുക പരിശോധിച്ച് തുടങ്ങി. നമ്മൾ ഈ പുക പരിശോധിക്കുന്നതുകൂടി നമ്മുടെ വണ്ടിയുടെ മൈലേജ് കൂടും, പൊല്യൂഷൻ കുറയും. അപ്പോൾ പൊല്യൂഷന് വേണ്ടി എല്ലാ മാസവും നമ്മൾ 600 രൂപ ചിലവാക്കണം ഒരു വണ്ടിക്ക്. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ തന്നെ പൊല്യൂഷൻ സെൻ്ററാണ്. വെളിയിൽ നിന്ന് വരുന്നവരെ പൊല്യൂഷൻ പരിശോധിച്ച് കൊടുക്കും.
എല്ലാ ബസ് സ്റ്റേഷനിലും പോലീസ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് മുഴുവൻ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ പുതിയ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അതാണ് പുതിയ പരിഷ്കാരം. കാരണം ഫയർ കഴിഞ്ഞ പ്രാവശ്യം 2 വണ്ടിക്ക് തീ പിടിച്ചു ശബരിമലയിൽ. അതുകൊണ്ട് വയറിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ എഞ്ചിനീയർമാർ വളരെ ശ്രദ്ധിക്കണം. മാത്രമല്ല, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായാൽ മാറി നിന്ന് വീഡിയോ എടുക്കുന്നതിന് പകരം എങ്ങനെ തീ അണയ്ക്കണം, എങ്ങനെ ആ സിറ്റുവേഷനെ കൈകാര്യം ചെയ്യണമെന്ന് KSRTCയിലെ ജീവനക്കാർക്ക് തിരുവനന്തപുരത്ത് ആ പുസ്തകം വിശദമായി ഏതൊരു സാധാരണക്കാരനും വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു നല്ല മനോഹരമായ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ആ പുസ്തകം കൂടുതൽ വ്യാപകമായി എല്ലാവരിലേക്ക് എത്തിക്കും. നമ്മളതിന് സർക്കാരിൻ്റെ പൈസ കളയാൻ വേണ്ടി സ്പോൺസർമാരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും പുസ്തകം എല്ലാ ജീവനക്കാർക്കും എത്തിക്കും. നിങ്ങൾ വായിക്കണം. നിങ്ങൾ തന്നെ പറയണം, ജീവനക്കാരൻ ഞങ്ങൾ ഇങ്ങനെ വളർന്നു. ഞാൻ പറഞ്ഞാൽ ഈ പുതിയ വണ്ടി വരുന്നതും എല്ലാം മുന്നോട്ട് കൊണ്ടുവന്ന ജീവനക്കാരാണ്, മന്ത്രിയല്ല. മന്ത്രി അതിൻ്റെ ഒരു സഹായിയായിട്ട് കൂടെ നിൽക്കുന്നുള്ള ഒഴിച്ചാൽ തടസ്സങ്ങൾ നീക്കുന്നൊരു ജോലി മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ മറ്റു കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഈ പുതിയ വോൾവോ ബസ്സൊക്കെ വരുമ്പം ജീവനക്കാരുടെ സന്തോഷമുണ്ടല്ലോ, അവർ അഭിമാനമുണ്ടല്ലോ. നിങ്ങൾ ഓരോ റീൽസും കാണുമ്പോൾ നിങ്ങൾ ആലോചിക്കണം. തമിഴ്നാട്ടിലേക്ക്, കർണാടകത്തിലേക്ക് നമ്മുടെ വണ്ടി കയറി ചെല്ലുമ്പോൾ ഓരോ KSRTC ജീവനക്കാരനും അഭിമാനം കൊള്ളണം. ഞങ്ങളുടെ വണ്ടി കണ്ട ആ വോൾവോ ബസ്സൊന്ന് കണ്ടാൽ ആരും ഒന്ന് കൊതിയോടെ നോക്കി നിൽക്കില്ലേ? എന്താണ് അതിൻ്റെ ഒരു ഭംഗി? അപ്പോൾ ഞരമ്പ് രോഗം ആൾക്കാരെ ഇറങ്ങും ഓരോരുത്തർ ചൊറിഞ്ഞ പരിപാടിയായിട്ട്. ഇത് ആദ്യത്തേതല്ല. പിന്നെ രണ്ടാമത്തായാലും കുഴപ്പമില്ല, കൊച്ചു തന്നെയല്ലോ, ആണായാലും പെണ്ണായാലും കൊച്ചു തന്നെയല്ലോ എന്ന് പറയുന്നതാണ്. ഒന്നാമത്തെ തന്നെ അതിൻ്റെ ജനറൽ മാനേജർ, വോൾവോ കമ്പനിയുടെ ജനറൽ മാനേജർ കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞു, ഇത് ഇന്ത്യയിൽ ആദ്യമായി ബുക്ക് ചെയ്തത് KSRTC ആണ്. ഇന്ത്യയിൽ ആദ്യമായി ഡെലിവറി ചെയ്യുന്ന പൊതുമേഖലാ സ്ഥാപനം ഞങ്ങൾ KSRTCക്കാണ് കൊടുക്കുന്നതെന്ന് അവരല്ലേ പറഞ്ഞു, ഞാനല്ലല്ലോ പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും പുളു പഠിച്ചാൽ അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് മലയാളി എന്ന് വിചാരിക്കരുത്. പുളു പഠിക്കരുത്. പുളു പഠിച്ചാൽ ഞാൻ തെളിയിക്കും. വൈറ്റ് പേപ്പറാണ് KSRTC എങ്ങനെ മാറി എന്നുള്ള പുസ്തകമാണ് അടിച്ചിറങ്ങിയേക്കുന്നത്. നല്ല ഒളിച്ചും പാത്തും രഹസ്യമായിട്ടൊന്നുമല്ല. അതിൻ്റെ വാട്സാപ്പ് പ്രിൻ്റ് ഉണ്ട്. അതും എല്ലാവർക്കും അയച്ചു. എല്ലാ ജീവനക്കാരും അത് വാട്സാപ്പിലെടുത്ത് ബസ്സിൽ ടിക്കറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞ് ചുമ്മാ ഇരിക്കുമ്പോൾ ഒന്ന് വായിച്ച് നോക്കണം. എന്താ പടമടക്കം ഇന്ന കാര്യങ്ങൾ, ഡ്രൈവിംഗ് സ്കൂൾ, എല്ലാ കാര്യങ്ങളും ഉണ്ട് അതിനകത്ത്. ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു, അതിന് ഇന്ന റിസൾട്ട് നമുക്കുണ്ടായി. അങ്ങനെയാണ് നമ്മൾ പുരോഗമിക്കുന്നത്. ഓരോ ജീവനക്കാരും അറിഞ്ഞിരിക്കണം. മന്ത്രിയല്ല, ഓരോ ജീവനക്കാരും നിങ്ങളുടെ സുഹൃത്തുക്കളോടും അയൽവക്കക്കാരോടും നാട്ടുകാരോടും സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഇന്നൊക്കെ ചെയ്തു, ഞങ്ങൾ ഇങ്ങനെയാണ് മുന്നേറുന്നതെന്ന് പറയണം. ഇന്ത്യയിൽ മുന്നോട്ട് കയറി വന്ന ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് KSRTC. ഇന്ത്യയിൽ പറ്റില്ല, ഇതൊക്കെ വിൽക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. KSRTC അങ്ങ് അടച്ചൂടെ? എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമല്ലേ. ഈ കുന്തം അങ്ങ് വിറ്റൂടെ? ഇവിടെ പ്രൈവറ്റ് ബസ്സുകാർ ഓടിക്കൊള്ളുമല്ലോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈവൻ ഇന്ത്യയിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾക്ക് മാതൃകയായി നമ്മൾ ഉയർത്തെഴുന്നേറ്റു. നമ്മൾ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ അത് നമ്മുടെ അഭിമാനകരം. ഓരോ ജീവനക്കാരും മനസ്സിലാക്കണം, ഇത് വഴക്കുണ്ടാക്കാനുള്ളതല്ല. നിങ്ങൾ ഓരോരുത്തരുടെയും അഭിമാനകരമായ നേട്ടമാണ് KSRTCയുടെ ഉയർച്ച. വന്നതിൻ്റെ അന്നോട്ട് എന്നെ ചൊറിഞ്ഞിരുന്നെങ്കിൽ വല്ലതും നടക്കുമായിരുന്നു. ഞാൻ പറഞ്ഞത് വിശ്വസിച്ച് നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് KSRTCയിലെ ജീവനക്കാരായ ഒരാളുടെ മകൻ, വെറും 43 വയസ്സുള്ള, ഏറ്റവും KSRTC ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ CMD, അയാൾ നിങ്ങളുടെ കൂടെ ഒന്ന് പ്രവർത്തിച്ചപ്പോൾ, നിങ്ങളിൽ ഒരുവനായി പ്രവർത്തിച്ചാൽ നിങ്ങൾ അയാൾ ആ വ്യക്തിയുടെ കൂടെ നിന്ന് പ്രവർത്തിച്ചു. അല്ലാതെ പ്രമാണിമാരൊന്നും അല്ല, ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരനാണ്. സർക്കസ് ഒന്നും അറിയത്തില്ല, വലിയ ഓഫീസറല്ല, വലിയ സീനിയർ ഉദ്യോഗസ്ഥനല്ല, പ്രായം കൊണ്ടും പക്വത കൊണ്ടും എടുക്കാൻ അങ്ങൊന്നുമല്ല. ഒരു സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ കഠിനാധ്വാനം കൊണ്ട് നിങ്ങളെ നയിച്ചു, ഇതിനെ കരകയറ്റിയെടുത്തു എന്ന് പറയുമ്പോൾ അത് നമ്മൾ അഭിമാനം കൊള്ളാം. അതും ഒരു KSRTC ജീവനക്കാരൻ മകനാണ് അയാൾ എന്നതിൽ നിങ്ങൾ ഓരോരുത്തരും അഭിമാനം കൊള്ളാം. KSRTCയിലെ കോളേജിൽ KSRTC ജീവനക്കാരൻ്റെ മകൻ എന്ന നിലയിൽ KSRTCയുടെ ശ്രീചിത്ര എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ഒരു ചെറുപ്പക്കാരനാണ് KSRTCയുടെ CMD. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് എല്ലാവരുടെയും ഒരു കഠിനമായ പരിശ്രമമുണ്ട്. ഒരു ബസ് പോലും, ഞാൻ എല്ലാവരോടും പറയാം, നിങ്ങൾ പറഞ്ഞ ധൈര്യമായിട്ട് പറഞ്ഞു, ഒരു ബസ് പോലും ഇവിടെ നിന്നല്ല, പത്തനാപുരത്ത് മാത്രമല്ല, എൻ്റെ പ്രസംഗം കേൾക്കുന്ന ജീവനക്കാരുണ്ട്, ഒരു ബസ് പോലും ആളില്ലാതെ ഡെഡായിട്ട് ഓടരുതെന്ന് നിങ്ങളൊരു പ്രതിജ്ഞ ചെയ്യാമെങ്കിൽ കോടിക്കണക്കിന് രൂപ ഡീസൽ നമുക്ക് ലാഭിക്കാം. വെറുതെ ഇട്ടു, നിങ്ങൾ അറിയിച്ചാൽ ഞാൻ അനുവാദം തരാം. വെറുതെ ഇട്ടു, ഓടുന്ന ഉച്ചയ്ക്ക് ആളില്ല, ഒതുക്കിയിട്ടോ, ഞാൻ അനുവാദം തരാം, ഒരു പ്രശ്നമില്ല. പക്ഷേ ഡീസൽ കത്തിക്കരുത് എന്ന് മാത്രം പറയുന്നു. എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഈ 4 സർവീസുകളും നമുക്ക് ലാഭകരമായി എല്ലാ മേഖലകളെയും കവർ ചെയ്തുകൊണ്ട് ഇത് ലാഭകരമായി പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.